ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് എത്ര പറഞ്ഞാലും ഏതേത് വായകളെ കൊണ്ട് നാക്കുകളെ കൊണ്ട് ഖിയാമത്ത് നാൾ വരെ സംസാരിച്ചാലും ഈ പ്രപഞ്ചത്തിലെ മരങ്ങൾ മുഴുവനും പേനയായാലും കടലിലെ വെള്ളം മുഴുവനും മഷിയായാലും ആ പേന കടലാകുന്ന മഷിയിൽ മുക്കിക്കൊണ്ട് എഴുതി എത്ര വർദ്ധിപ്പിച്ചാലും ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് എങ്ങും എത്തുകയില്ല. എന്തേ കാരണം? അയ്യുംദഉമയ്യുസിനിൽ ഇലഹു ബിനഫ്സിഹി അലൈഹി ഫകൈഫൽ മദ്ഹു മിൻ ബഅദു യുൻശഉ സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി على المصطفى المختار خير البرية ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആ റസൂലിനെ അല്ലാഹു മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഖാലിഖിന്റെ മദ്ഹ് ഉണ്ടാകുമ്പോൾ മഖ്ലൂഖിന്റെ മദ്ഹ് എങ്ങും എത്തുകയില്ല. എന്നാലും നമ്മുടെ മദ്ഹ് പറഞ്ഞതുകൊണ്ട് നമ്മുടെ നാവ് അല്ലാഹു തആല എല്ലാ നിലക്കും റാഹത്തിനാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ഹബീബിനെ ഓർക്കണം, സ്മരിക്കണം. കാരണം എന്തേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജൻ മുനീറാ. ലോകത്തെ മുഴുവനും നിരീക്ഷിക്കാനും വേണ്ടതെല്ലാം കൊണ്ടുവരാനും എല്ലാ നിലക്കും നിയുക്തരായവരാണ്. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമാവാൻ, ആനന്ദകരമാവാൻ ആ ഹബീബ് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വഅദ് ഇന്ന് അവസാനിപ്പിക്കും. അതുകൊണ്ട് ആ ഹബീബിനെ സ്മരിക്കുക. വിശുദ്ധ റബീഉൽ അവ്വല വരുന്നത്, വരവേൽക്കുന്നതിന്റെ മുമ്പ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. കാരണം എന്തേ? അപ്പായാ സ്വലാത്തി ഫുസ് ബിഹാ ഫൗസ മാലികി ഫവായിദുഹാ തസ്കു അലയ്യാ വതുത്ലഉ. ആ സ്വലാത്ത് ചില്ലറയല്ല. ആ സ്വലാത്ത് സൂക്ഷിച്ചു വെക്കുന്നത് മുത്ത് ഹബീബാണ്. അത് റിക്കാർഡ് ചെയ്യുന്നതോ മുത്ത് ഹബീബാണ്. കാരുണ്യത്തിന്റെ നേതാവാണ്. ബാക്കി ഏത് അമലും മലക്കുകളെ എഴുതിക്കുന്നത്. മലക്കുകൾ എഴുതി വെക്കുന്ന സമയത്ത് നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഇടഭാഗം ഇങ്ങനെ കുലുക്കാണ് മലക്കന്റെ എഴുത്ത് തെറ്റാൻ വേണ്ടിയിട്ട്. നടക്കൂല. അതല്ലെങ്കിൽ പതുക്കെ വലത്തെ മലക്കനോട് ഇങ്ങനെ എഴുതിക്കോളി, ഇടത്തിനോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ, കജീരിപ്പ് ഇന്ന് ശരിയല്ല നാളെ ശരിയായിക്കോളാം പറയാൻ പറ്റുമോ? ഒന്നുമില്ല. മലക്കുകളുടെ ഏർപ്പാടെന്താ? അതങ്ങനെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അസ്റായിൽ അലൈഹിസ്സലാം എവിടേക്കോ റൂഹിനെ പിടിക്കാൻ വേണ്ടി പോണ സമയത്ത് നബി തങ്ങളെന്ന് കണ്ട് വർക്കത്തെടുത്തു കടക്കാൻ വേണ്ടി കയറിയതാ. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ആൾക്കാരെ റൂഹിനെ പിടിക്കുമ്പോ പാവം തോന്നൂലേന്ന്. കാരണം ചെറിയ കുട്ടികള് അല്ലെങ്കിൽ യുവാക്കള് അല്ലെങ്കിൽ അങ്ങനെ കുറെ ആളുകളാണല്ലോ. ഇപ്പൊ നമ്മളെ കാസർഗോഡ് സിദ്ദീഖ് അറിയുന്ന സഹോദരൻ 5 കോടി റുപ്യക്ക് പെര കയറ്റി പിറ്റേ ദിവസം മരിച്ചത്. അല്ലാഹു തആല ഷഹാദത്തിന്റെ പവർ കൊടുക്കട്ടെ. ആ 5 കോടി 2 വർഷം കൊണ്ട് പെര കയറ്റിയിട്ട് അയാൾക്ക് ആകെ ഒരു രാത്രിയാണ് പാർക്കാൻ കൂടിയത്. അന്നേ നേരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെയാണല്ലോ, കല്യാണം കഴിഞ്ഞ അന്തിക്ക് രാവിലത്തെ ചെമ്പേരെ കൊടുക്കണം, പന്തലിൽ കൊടുക്കണം, പൈസ കൊടുക്കണം, അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. ഓരോ ആളുകൾ അങ്ങനെ. ഇപ്പൊ ഞാൻ സേവനം ചെയ്യുന്ന കുമരമ്പത്തൂർ എന്ന സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച ഒരാൾ മരണപ്പെട്ടു. അവിടെ മദ്രസയിൽ സേവനം ചെയ്യുന്ന നല്ല ഒരു മനുഷ്യൻ. ആ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ലതേ പറയാം. ഈ കൊല്ലത്തെ മദ്രസയിൽ ആ ഒരു ലീവാണുള്ളത്. അതെന്നീ മരിച്ചത്. അതും വിളിച്ചു പറഞ്ഞു. ചതുർസ്ഥാൻ വിളിച്ചപ്പോ മൂപ്പര് പിന്നെ ക്ലാസ് കയറിയിരുന്നു. അപ്പൊ വേറൊരു സ്ഥാനം വിളിച്ചു പറഞ്ഞു, ഇന്ന് ചെറിയ ക്ഷീണുണ്ട് വരൂല എന്ന് പറഞ്ഞത്. സുബഹി സ്കെച്ചിട്ട് ഒരു കാപ്പിയും കുടിച്ചിട്ട് ഒറ്റ കടത്ത പിന്നെ നീച്ചില്ല.
ഇപ്പൊ ഇന്നലെയാണ് ഏലംകുളം എന്ന് പറഞ്ഞ എന്റെ മഹലിന്റെ തൊട്ടപ്പുറത്തെ മഹല്. എന്റെ മഹലിന്റെ പേര് ചേനാമ്പറമ്പ് എന്നാണ്. ഞാൻ ഏലംകുളം എന്നല്ല, 4 കിലോമീറ്റർ കഴിക്കണം. അത് മർക്കസിലെ അപേക്ഷാ ഫോം കൊടുത്തപ്പോൾ അതിൽ തെറ്റിപ്പോയതാണ്. അങ്ങനെ ആ പേര് വന്നു. ഞാൻ അങ്ങനെ കടന്നോട്ടെ. കാരണം അബ്ദുൾ റഷീദ് ചേനാമ്പറമ്പ് പറഞ്ഞാൽ കോലല്ലോ, ഏലംകുളം എന്ന് പറഞ്ഞാൽ ഒരു മട്ടുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ കടക്കട്ടെ എന്ന് കരുതി അങ്ങനെ വെച്ചാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ ഏലംകുളം പള്ളിയിലും മുഅദ്ദിനും ഇവിടെ നിക്കാഹൊക്കെ കഴിഞ്ഞ് അത് ഖുതുബയൊക്കെ ഓതി റാഹത്തായി പെരിന്തൽമണ്ണ എത്തോളം വർത്താനം പറഞ്ഞു. പെരിന്തൽമണ്ണ കഴിഞ്ഞൊക്കെ പിന്നെ മൂപ്പര് മുണ്ടിയിട്ടില്ല, അങ്ങനെ കടക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ വിചാരിച്ചു ഉറങ്ങാണ്. അങ്ങനെ അവിടുന്ന് 4 കിലോമീറ്ററാണുള്ളത്. 6 കിലോമീറ്റർ. ഈ 6 കിലോമീറ്റർ പള്ളിന്റെ അവിടെ എത്തിയപ്പോ നീച്ചുന്നില്ല. എന്തുറക്കാൻ മൂല്യരത്? നീച്ചുന്നില്ല. അപ്പൊ നോക്കുമ്പോ ആള് മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇതേ ഉള്ളൂ. ഈ 2 കാലും എങ്ങനെ നമ്മൾ നടക്കണു എന്നുള്ളതല്ലാതെ എന്ത് ഗ്യാരണ്ടിയില്ല പിന്നെ നടത്തും. എവിടേക്കാ എവിടേക്കായി പോണത് എന്നപ്പോ നമ്മളത് ഒരു പുടുത്തമില്ലാത്ത പോക്കാണല്ലോ. ഒരു പുടുത്തം നമുക്കാർക്കുമില്ല. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ അസ്രായീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ റൂഹിനെ പിടിക്കുമ്പോ പാവം തോന്നൂലെന്ന് ചോദിച്ചു. കാരണം ആൾക്കാരെ മരിപ്പിച്ചാണല്ലോ, മാലീസ് കൊടുക്കല്ലോ. അപ്പോ പറഞ്ഞു എന്തെങ്കിലും ഇതിപ്പോ എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് കൽബിൽ വന്നിക്കണോ ചോദിച്ചു. 1-2 വട്ടം വന്നിടാറുണ്ട്. എന്താന്ന് ചോദിച്ചു. ഒന്ന് ഒരു ഗർഭിണിയായ പെണ്ണ് മരുഭൂമിയിലൂടെ അങ്ങനെ പോവുക, ആരും സഹായിക്കാനില്ല. ആ സമയത്ത് ആ പെണ്ണിന് പ്രസവ വേദന വന്നു. പെണ്ണ് പ്രസവിച്ച ഉടനെ എന്നോട് പറഞ്ഞു ആ പെണ്ണിന്റെ റൂഹിനെ പിടിക്കുക. ഒരാളും ഹെൽപ്പിനില്ല. ചോര പൈതൽ എന്നോട് പറഞ്ഞു ഞാൻ പിടിച്ചു. അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിച്ചോ? അങ്ങനെ ഉണ്ടായി. പിന്നേന്ന് ചോദിച്ചു, ഒരാള് 600 കൊല്ലം കൊണ്ട് ഒരു വലിയ സ്വർഗം പണിതു. 70,000 പണിക്കാരെ വെച്ചിട്ട് മുത്തിനും മുത്തം മാണിക്കവും എല്ലാ സംഗതികളും എല്ലാത്തുള്ള 70,000-ഓളം ജോലിക്കാരെ മരിക്കണീനനുസരിച്ച് ആളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 600 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയത്. 300-ാമത്തെ വയസ്സ് തുടങ്ങിയതാ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞതിന്റെ ശേഷം ഇനാഗുറേഷന്റെ ടൈമിൽ, ഉദ്ഘാടനത്തിന്റെ ടൈമിൽ എല്ലാരും മൈക്കിന് കാലും കൂടി ചവിട്ടണോട് കൂടെ എന്നോട് പറഞ്ഞു അവരോട് ഓനെ പിടിക്കുക. ആറ്റുനോറ്റൊരു പെരണ്ടാക്കിയിട്ട് കുടിരിക്കാൻ വേണ്ടിട്ട് ഉസ്താദന്മാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചാവി കൊടുത്തിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോട് കൂടെ ഒരൊറ്റ മരിച്ചാലാ. എങ്ങനെ ഉണ്ടാവും അല്ലേ? ഒരു വല്ലാത്ത സംഭവമാണല്ലോ. അങ്ങനെ സംഭവം ഉണ്ട്. എനിക്ക് തിരക്കുണ്ട്. എനിക്ക് അപ്പുറത്താ പുത്തനത്താണി പരിസരത്തെ റൂഹിനെ പിടിക്കാണ്ട് മുമ്പ് പോയി. പുത്തനത്താണി എന്നല്ല, ആൾ പോയി. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ പറഞ്ഞു നിങ്ങളെ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടിരുന്നു. ആ ആളാരാന്ന് ചോദിച്ചു. ആ മരുഭൂമിയിൽ ആ പെണ്ണ് പ്രസവിച്ചിട്ട കുട്ടിയാണ് ഈ 900 കൊല്ലം ജീവിച്ച് ഈ 600 കൊല്ലം കൊണ്ട് 70,000 പണിക്കാർ വെച്ച് ആ 900-ാമത്തെ കൊല്ലത്തിൽ മരണപ്പെട്ട ആള്. അഥവാ ശദ്ദാദ് ഷദീദ് പറഞ്ഞ 2 ആളുണ്ടല്ലോ. ആ ശദ്ദാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എന്നാ പറഞ്ഞത്. അപ്പോ അങ്ങനെയാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഏത് സമയവും എങ്ങനെയും വരാം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഇപ്പോഴും നമ്മൾ ആമീന പറഞ്ഞത് ജയിലാകുന്ന ദുനിയാവുന്ന പുറത്ത് കടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും ആമീൻ പറയില്ല. പറയോ? ഇല്ല. എന്താ? ചില സംഗതികളുണ്ട്.